സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സാമൂഹ്യ വിഷയങ്ങളും സാമ്പത്തികവും ആഗോള താല്പര്യവും ആഗോള രാഷ്ട്രീയവും ഭൗമരാഷ്ട്രീയവും ഒക്കെ എടുത്തെടുത്ത് പറയുമ്പോൾ പരിസ്ഥിതി വിട്ടുപോകുന്നു. ശരിക്കും ബേസിക്കലി ഞാനൊരു പരിസ്ഥിതി ജലമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ. പല ആളുകളും ചോദിക്കും, എടോ ഇയാൾ വിട്ടോ എന്നൊക്കെ ചോദിക്കും ഈ ഫീൽഡൊക്കെ. ഇല്ല, ഞാൻ വിട്ടിട്ടില്ല. പക്ഷേ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുകൂടി പറയും. എന്തൊരു മഴയാണ് മഴ, ഇതാണ് മഴ, വല്ലാത്ത മഴയാണ്. ഇന്ന് കോളേജുകളിൽ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട, നമ്മുടെ കടൽ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ചക്രവാത ചുഴി സൈക്ലോണുകളുടെ പടിഞ്ഞാറോട്ട് നീങ്ങി മണിക്കൂറുകൾക്കുള്ളിലാണ് ബംഗാൾ ഉൾപ്പെടെ ലോ പ്രഷർ രൂപപ്പെട്ടത്, ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അതാണ് ഈ പരക്ക മഴയ്ക്കുള്ള കാരണമെന്നാണ് കാലാവസ്ഥ വിദഗ്ധർ. കൊച്ചി സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ്. തിരുവനന്തപുരത്ത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ, തമ്പാനൂർ, കരമന പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾ പോകുന്നു, ഒഴിയുന്നു, അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ മാറ്റുന്നു, വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. മഴ 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പിന്നെ അതുപോലെ തന്നെ റഡാറിൻ്റെ പുതിയ വിവരങ്ങൾ പ്രകാരം തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയാണ് ഇടിമിന്നലോടുകൂടി പെയ്യുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കനത്ത മഴ പെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഇന്ന് ഉൾപ്പെടെ അവധി കൊടുത്തിട്ടുണ്ട്. മുൻനിശ്ചയവരുടെ പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. 12:30 മണി കഴിഞ്ഞ് പിള്ളേരൊക്കെ എഴുതി പാസ്സായി പോയി കാണും വീട്ടിൽ. എന്നാലും പറയുന്നു, മ്യാൻമാർ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ചക്രവാത ചുഴി പടിഞ്ഞാറോട്ട് നീങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി രൂപപ്പെട്ടതാണ് പരക്കെ മഴ പെയ്യാനുള്ള പ്രധാന കാരണം. ഇത് ഈ വർഷത്തെ മൺസൂണിലെ അവസാന ന്യൂനമർദ്ദമാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സെപ്റ്റംബർ 30-നാണ് മൺസൂൺ അവസാനിക്കുന്നത്. കഴിഞ്ഞ വർഷവും കേരളത്തിൽ സെപ്റ്റംബർ അവസാനം വരെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന മൺസൂൺ കാലയളവിൽ, അതായത് നമ്മുടെ കേരളത്തിലെ മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. കണക്ക് പ്രകാരം ചിലപ്പോൾ ഒക്ടോബർ കുറച്ച് ദിവസം കൂടെ പോകും. കണക്കുകൾ പ്രകാരം 5 ദിവസം കൊണ്ട് അവസാനിക്കും. സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചൊരു മൺസൂണാണ് കടന്നു പോകുന്നത്. പതിവിന് വിരുദ്ധമായി നേരത്തെ കേരളത്തിലെത്തിയ മൺസൂൺ വലിയ നാശനഷ്ടങ്ങളൊന്നും വരുത്താതെ റെക്കോർഡ് മഴ സമ്മാനിച്ചു. കർഷകർക്കും ഇത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി ലഭിക്കാനുള്ള തുലാവർഷ മഴയാണ്. അപ്പോൾ ഇപ്പോൾ പെയ്തൊഴിഞ്ഞ് നിൽക്കുന്ന മഴ ഇനി അടുത്ത വരുന്ന മഴയോ കൂടെ വരുമ്പോൾ വെള്ളപ്പൊക്കാവുകയോ, നമ്മുടെ അടുത്ത വരുന്ന ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ എത്ര മഴയാണ് വരിക എന്നൊക്കെ നമുക്കറിയില്ല. എന്തായാലും മഴ, ശക്തമായ മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ ബംഗാൾ ഉൾക്കടലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മെയ് 13-ന് കാലവർഷം എത്തിച്ചേർന്നിരുന്നു. നേരത്തെ ഇവിടെ നമുക്ക് 7 ദിവസത്തിന് മുമ്പെയാണ് നമുക്ക് കാലവർഷം കിട്ടിയത്. എന്തായാലും കാലവർഷം വളരെ ശക്തമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. മഴ നമുക്ക് ഒരു വശത്ത് നൊസ്റ്റാൾജിയാണ്, സ്നേഹമാണ്, ആനന്ദമാണ്. മറുവശത്ത് വലിയ ദുരിതമാണ്. ഇന്നും ഇന്നലെയുമായിട്ട് കേരളത്തിൽ ദുരിത പെയ്ത്താണ്.